ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് റിഡ്യൂസ്ഡ് കോസ്റ്റ് ആണ്. ഹയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് റിഡ്യൂസ്ഡ് കോസ്റ്റ്. ഈ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അതിനോടൊപ്പം തന്നെ നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ ഫാക്ടർ ഇൻ പ്രൊഡക്ടിവിറ്റി ഡ്രൈവ് അതും കൂടെ നോക്കണം. ഓക്കെ, നമുക്കറിയാം വെൻ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസസ് അല്ലേ, നമ്മളിപ്പോൾ സ്ഥാപനത്തിൻ്റെ ഉൽപാദനക്ഷമത ഇൻക്രീസ് ചെയ്യുമ്പോൾ ദ ആവറേജ് കോസ്റ്റ് വിൽ ഡിക്രീസസ്. അതിൻ്റെ ആവറേജ് കോസ്റ്റ് ഡിക്രീസ് ചെയ്യും. സാധാരണ ഒരു ഇതാണ്, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ആവറേജ് കോസ്റ്റ് ഡിക്രീസ് ചെയ്യുന്നു. അതായത് പ്രൊഡക്ടിവിറ്റിയും കോസ്റ്റും നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. അപ്പോൾ പ്രൊഡക്ടിവിറ്റിയും കോസ്റ്റും നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ് ഡിക്രീസ് ചെയ്യുന്നു. ദെൻ പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ആണെങ്കിൽ അപ്പോൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് പ്രൊഡക്ടിവിറ്റിയും കോസ്റ്റും നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓർഗനൈസേഷനകത്ത് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ലീൻ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്സുകൾ ഉണ്ട്. അപ്പോൾ അതിനെ ഈ ലീൻ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്സിനെ എക്സാമ്പിൾസാണ് നീഡ് ഓറിയൻറ്റഡ് ഓർ ജസ്റ്റ് ഇൻ ടൈം പ്രൊഡക്ഷൻ, ഇൻ്റഗ്രേറ്റഡ് സപ്ലൈ ചെയിൻ തുടങ്ങിയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ. അപ്പോൾ അതിലെ ലീൻ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, അതൊരു മാനുഫാക്ചറിങ് മെത്തേഡാണ്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് മെത്തേഡാണ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ എലിമിനേറ്റിംഗ് വിതിൻ ദ മാനുഫാക്ചറിങ് സിസ്റ്റം ആൻഡ് ഇൻക്രീസിങ് കമ്പനീസ് എഫിഷ്യൻസി. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ മാനുഫാക്ചറിങ് സിസ്റ്റത്തിനകത്ത് വേസ്റ്റ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് മെത്തേഡ്, അത്രയേ ഉള്ളൂ ഈ ലീൻ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയിലെ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് ഐഡൽ വർക്കേഴ്സ് ഉണ്ടാവാം, പിന്നെ പുവർ പ്രോസസ്സ്, അതുപോലെ തന്നെ അൺയൂസ്ഡ് മെറ്റീരിയൽസ്, ഇതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം, വേസ്റ്റായിട്ട് പറയാവുന്നതാണ്. ഈ ഐഡൽ വർക്കേഴ്സും പുവർ പ്രോസസ്സ് അല്ലെങ്കിൽ അൺയൂസ്ഡ് മെറ്റീരിയൽസ് എന്നൊക്കെ പറയുന്നത് പ്രൊഡക്ടിവിറ്റീനെ ഡ്രെയിൻ ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാനുഫാക്ചറിങ് മെത്തേഡ്, അതിനെ നമ്മൾ ലീൻ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലീൻ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്സിൻ്റെ അത് ബേസ് ചെയ്തിരിക്കുന്നത് തന്നെ മാക്സിമം പ്രൊഡക്ടിവിറ്റി എന്നുള്ള ഒരു ഐഡിയോളജീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് കൊണ്ടാണ്. അപ്പോൾ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിനകത്ത് വരുന്ന വേസ്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ പ്രൊഡക്ഷൻ സിസ്റ്റം കുറേയും കൂടെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ ഒരു ലീൻ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്സിനെ പ്രധാനമായിട്ടും 4 ബെനിഫിറ്റാണ് അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഫേമിന്. ഒന്ന്, വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അത് ഈ വേസ്റ്റേജ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഫാക്ടർ ഫോർ കോസ്റ്റാണ്. അപ്പോൾ അത് നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനെ സഹായിക്കും. അതുപോലെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. നമുക്ക് ഓവർ പ്രൊഡക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ നമുക്ക് കൂടുതൽ മെറ്റീരിയൽസൊക്കെ ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ഓവർ പ്രൊഡക്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് മെറ്റീരിയൽസ് കൂടുതൽ വരും. അതുപോലെ നമ്മൾ ബൾക്കായിട്ട് മെറ്റീരിയൽസ് ഉണ്ടാക്കുമ്പോൾ അത് സ്റ്റോറേജ് കോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കിവിടെ ബെറ്റർ പ്രോസസ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെൻറ്റിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു മെറ്റീരിയലിൻ്റെ സ്റ്റോറേജ് കോസ്റ്റ് അതൊക്കെ മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേസ്റ്റിംഗ് ടൈം റിഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ലീൻ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കോസ്റ്റ് ഇവിടെ റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ലീൻ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്സുകളാണ് ഈ എലിമിനേഷൻ ഓഫ് വേസ്റ്റ്, നീഡ് ഓറിയൻറ്റഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ജസ്റ്റ് ഇൻ ടൈം പ്രൊഡക്ഷൻ, ഇൻ്റഗ്രേറ്റഡ് സപ്ലൈ ചെയിൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊഡക്ഷൻ കൂടുതൽ എഫിഷ്യൻ്റ് ആൻഡ് പ്രൊഡക്റ്റീവ് ആക്കുന്നതിന് ഈ ഒരു കോൺസെപ്റ്റ്സുകൾ നമ്മളെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ലീൻ കോൺസെപ്റ്റ്സ് നമുക്ക് പ്രൊഡക്ഷൻ പ്രോസസ്സുകളിൽ മാത്രമല്ല അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് മറ്റ് ഏരിയാസിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ലീൻ കോൺസെപ്റ്റ്സുകൾ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ്, അങ്ങനെ എല്ലാ മേഖലകളിലും. അപ്പോൾ അവിടെ ലീൻ മാനേജ്മെൻറ്റ്, ലീൻ അഡ്മിനിസ്ട്രേഷൻ, ലീൻ ഡെവലപ്മെൻറ്റ്, ലീൻ മെയിൻ്റനൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബിസിനസ്സിൻ്റെ മറ്റ് ഏരിയാസുകളിലും നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. പ്രൊഡക്ടിവിറ്റി മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മെത്തേഡ്സ് നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം ഇപ്പോൾ ഒരു പ്രോഡക്ട്സിൻ്റെ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ പീരീഡിലെ പ്രൊഡക്ഷൻ വോളിയത്തിൻ്റെ ഇതിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ ആവറേജ് കോസ്റ്റ് ജനറലി വാരി ആസ് എ ഫങ്ഷൻ ഓഫ് ദ പ്രൊഡക്ഷൻ വോളിയം പെർ പീരീഡ്. അപ്പോൾ ആവറേജ് കോസ്റ്റ് നമ്മൾ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആവറേജ് കോസ്റ്റ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്കണോമിക്സിലൊക്കെ ഇല്ലേ. എന്താ ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആവറേജ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? അത് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ്. അല്ലേ, ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ്. ഇതാണ് നമുക്ക് ആവറേജ് കോസ്റ്റ് കാണാനായിട്ട്. അപ്പോൾ ആവറേജ് കോസ്റ്റ് വാരീസ് ടു ദ പ്രൊഡക്ഷൻ വോളിയം പെർ പീരീഡ്. അപ്പോൾ ഇതിനനുസരിച്ച് ഇതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. നമുക്കറിയാം ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ വരുന്നുണ്ട്? ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഫിക്സഡ് കോസ്റ്റും വരുന്നുണ്ട്, അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഫിക്സഡ് കോസ്റ്റ് ഡു നോട്ട് ഇൻക്രീസസ് അല്ലേ വിത്ത് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ്. അപ്പം നമ്മൾ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഏതിലെ വ്യത്യാസം ഉണ്ടായിരിക്കില്ല? ഫിക്സഡ് കോസ്റ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കില്ല. അറ്റ്ലീസ്റ്റ് ഷോർട്ട് റണ്ണിലെങ്കിലും നമുക്ക് ഫിക്സഡ് കോസ്റ്റിലെ വ്യത്യാസം ഉണ്ടായിരിക്കില്ല. നമുക്കറിയാം പ്രൊഡക്ഷൻ ക്യാപ്പബിലിറ്റീസൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഷോർട്ട് പീരീഡിലെ ഫിക്സഡ് കോസ്റ്റ് റിമൈൻ കോൺസ്റ്റൻ്റ് ആണ്, നമ്മളത് ഓൾറെഡി പഠിച്ചിരിക്കുന്നതാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് ഫിക്സഡ് കോസ്റ്റ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് അതിനനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നില്ല. ഇപ്പോൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വിചാരിച്ച് നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കൂടുതലേ വരുന്നില്ല. പക്ഷേ ഫോർ സ്മോൾ പ്രൊഡക്ഷൻ വോളിയം പോർഷൻ ഓഫ് ദ ആവറേജ് കോസ്റ്റ് അട്രിബ്യൂട്ടബിൾ ടു ഫിക്സഡ് കോസ്റ്റ് ഈസ് വെരി ഹൈ. ഇപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഷോർട്ട് പീരീഡിലേക്ക് കോൺസ്റ്റൻ്റ് ആണ്, വ്യത്യാസമില്ലാതെ നിൽക്കുന്നു എന്ന് പറഞ്ഞു. വേരിയബിൾ കോസ്റ്റ് നമ്മൾ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് വേരിയബിൾ കോസ്റ്റിലെ ഒരു വർധനവുണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ അനുസരിച്ച് വാരി ചെയ്യുന്ന കോസ്റ്റാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് വാരി ചെയ്യാതെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രൊഡക്ഷൻ വോളിയം കുറയുമ്പോൾ, നമ്മൾ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് നമുക്ക് കുറയുമ്പോൾ, പ്രൊഡക്ഷൻ വോളിയം നമ്മൾ കുറച്ചാണ് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ പ്രൊഡക്ഷൻ വോളിയം നമുക്ക് കുറവാണ്, അത് കുറച്ചാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ
നമുക്ക് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പം ഇത് പ്രൊഡക്ഷൻ വോളിയം കുറവാണെങ്കിൽ എന്തായിരിക്കുക, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ആവറേജ് കോസ്റ്റിലെ ഫിക്സഡ് കോസ്റ്റിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇറ്റ് ഈസ് വെരി ഹൈ ആയിരിക്കും. ഇത് വെരി ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് കുറയുകയും ചെയ്യും, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഫിക്സഡ് കോസ്റ്റ് വരുന്നത് 5,000 ആണെന്ന് വിചാരിക്കുക. 5,000 ആണ് ഫിക്സഡ് കോസ്റ്റ് വരുന്നത്. നമ്മുടെ പ്രൊഡക്ഷൻ നമ്മൾ 100 യൂണിറ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ വെച്ചെങ്കിൽ പെർ യൂണിറ്റ് നമുക്ക് വരുന്നത് 50 റുപ്പീസ് വരുന്നുണ്ട്. നമ്മൾ പ്രൊഡക്ഷൻ ഇവിടെ 100 എന്നുള്ളത് 100 എന്നുള്ളത് 500 ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ നമുക്ക് എത്രയേ വരുന്നുള്ളൂ, പെർ യൂണിറ്റ് 10 ആണ് നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ്, അപ്പോൾ അതിൽ ഇത്രേ പറയുന്നുള്ളൂ, ഫിക്സഡ് കോസ്റ്റ് ഡു നോട്ട് ഇൻക്രീസ് വിത്ത് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ്. അപ്പം നമ്മൾ ഉൽപ്പാദനത്തിനനുസരിച്ചിട്ട് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിനനുസരിച്ച് ഫിക്സഡ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നില്ല ഷോർട്ട് റണ്ണിലേക്കെങ്കിലും. അത് പക്ഷേ പ്രൊഡക്ഷൻ വോളിയം വളരെ കുറവാണെങ്കിൽ പോർഷൻ ഓഫ് ദ ആവറേജ് കോസ്റ്റ് ആട്രിബ്യൂട്ടബിൾ ടു ഫിക്സഡ് കോസ്റ്റ് ഈസ് വെരി ഹൈ ആയിരിക്കും. വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഫിക്സഡ് കോസ്റ്റിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരികയും ചെയ്യും. എന്നാൽ അതേസമയം വേരിയബിൾ കോസ്റ്റ് വരുന്നുണ്ടല്ലോ, പോർഷൻ ഓഫ് ആവറേജ് കോസ്റ്റ് റിലേറ്റഡ് ടു ദ വേരിയബിൾ കോസ്റ്റ്, ഇറ്റ് യൂഷ്വലി ചേഞ്ചസ് ലെസ് ഡ്രാമറ്റിക്കലി ഇൻ റെസ്പോൺസ് ടു പ്രൊഡക്ഷൻ വോളിയം ദാൻ ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷൻ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഫിക്സഡ് കോസ്റ്റ് അത് കുറഞ്ഞു വരും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫിക്സഡ് കോസ്റ്റിലെ അതിലുണ്ടാകുന്ന കുറവിനേക്കാളും ചെറിയ രീതിയിലായിരിക്കും ഏത് വരുന്നുണ്ടായിരിക്കുക, വേരിയബിൾ കോസ്റ്റിലെ നമുക്ക് കോസ്റ്റിൻ്റെ കുറവ് വരുന്നത്. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ നോർമലി വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് എപ്പോഴും വരിക. കാരണം പ്രൊഡക്ഷൻ ചേഞ്ച് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കോസ്റ്റിലും ചേഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് നമുക്ക് എപ്പോഴും പെർ യൂണിറ്റ് കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ നമുക്ക് റോ മെറ്റീരിയൽസും ലേബർ തുടങ്ങിയിട്ടുള്ള ഇൻപുട്ട് ഫാക്ടേഴ്സ് വളരെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വേരിയബിൾ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനും അതുവഴി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ട് ഫാക്ടേഴ്സ് ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വെരി ലോ പ്രൊഡക്ഷൻ വോളിയം എന്ന് പറയുമ്പോൾ അത് കാണിക്കുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ട് റിസോഴ്സസ് ഫലപ്രദമായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഫേം അതിൻ്റെ ഇൻപുട്സ് എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ക്യാപ്പബിലിറ്റിക്ക് അനുസരിച്ചിട്ട് അവരെ പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിൽ ആവറേജ് കോസ്റ്റ് നമുക്ക് മിനിമൈസ് ചെയ്യുന്നതിനും പ്രൊഡക്ടിവിറ്റി നമുക്ക് മാക്സിമൈസ് ചെയ്യാനുമായിട്ട് സാധിക്കും. അപ്പോൾ പക്ഷേ ഫേം അതിൻ്റെ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് പ്രൊഡക്ഷൻ നടക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്നതിനും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, ഫേം അവരുടെ ഇൻപുട്ട് അത് ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അപ് ടു ഇറ്റ്സ് ക്യാപ്പബിലിറ്റി അത് ചെയ്തു കഴിഞ്ഞാൽ ആവറേജ് കോസ്റ്റ് കുറച്ചുകൊണ്ട് പ്രൊഡക്ടിവിറ്റി മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണ്, ഹയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് റിഡ്യൂസ് കോസ്റ്റ് ആർ ഇൻ്റർ റിലേറ്റഡ് ആണ്. അപ്പോൾ പ്രൊഡക്ടിവിറ്റിയും ഹയർ പ്രൊഡക്ടിവിറ്റിയും റിഡ്യൂസ്ഡ് കോസ്റ്റും അത് ഇൻ്റർ റിലേറ്റഡ് ആണ്. അതേസമയം ബോത്ത് ആർ ഡിഫറൻറ്റ്, രണ്ടും ഡിഫറൻറ്റ് ആണ്. അപ്പോൾ ഹയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് റിഡ്യൂസ്ഡ് കോസ്റ്റിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ്
ഹ്യൂമൺ ഫാക്ടർ ഇൻ പ്രൊഡക്ടിവിറ്റി ഡ്രൈവ്സ് ആണ്. ഇപ്പോൾ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിൽ ഹ്യൂമൻ ഫാക്ടേഴ്സിൻ്റെ പ്രാധാന്യം എന്താണ്? അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം സക്സസ് ഓഫ് ഇംപ്രൂവിങ് പ്രൊഡക്ടിവിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വില്ലിംഗ് കോപ്പറേഷൻ ബിറ്റ്വീൻ ടു വിങ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ അത് മെച്ചപ്പെടുത്തുന്നതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ്റെ 2 വിങ്സ്, അതായത് പ്രൊഡക്ഷൻ്റെ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള വില്ലിംഗ് കോപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. വില്ലിംഗ് കോപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ സന്നദ്ധമായിട്ടുള്ള സഹകരണം. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ്റെ 2 വിങ്സ് എന്ന് പറയുന്നത് ഒന്ന് ക്യാപിറ്റൽ ആൻഡ് ലേബർ ആണ്. അപ്പോൾ ക്യാപിറ്റൽ ആൻഡ് ലേബർ ആണ് 2 വിങ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ക്യാപിറ്റൽ ആൻഡ് ലേബർ ഇതാണ് നമ്മുടെ 2 വിങ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ പ്രൊഡക്ഷൻ്റെ 2 മെയിൻ വിങ്സ് എന്ന് പറയുന്നത് ഈ 2 സംഭവങ്ങളാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വില്ലിംഗ് കോപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏത് വരുന്നത് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റലും ലേബറും തമ്മിൽ ഒരു അവർ തമ്മിലുള്ള ഒരു കോപ്പറേഷൻ വളരെ വലുതാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഉയർത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കണമെങ്കിൽ ഈ 2 ഘടകങ്ങളും അതായത് ക്യാപിറ്റലും ലേബറും തമ്മിലുള്ള കോപ്പറേഷനും നമ്മൾ എന്ത് ചെയ്യണം? അത് വർദ്ധിപ്പിക്കണം, എന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ മീൻസ് ഫേം അതിൻ്റെ എഫേർട്സ് എല്ലാം തന്നെ കൊടുക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ടു ഗെയിൻ ദ വില്ലിംഗ് കോപ്പറേഷൻ ബിറ്റ്വീൻ ദീസ് 2 വിങ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ 2 പ്രൊഡക്ഷൻ വിങ്സിൻ്റെയും ആ ഒരു വില്ലിംഗ് കോപ്പറേഷൻ അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വേണം ഫേം അതിൻ്റെ എല്ലാ എഫേർട്സും കൊടുക്കാനായിട്ട്. അപ്പോൾ അതിലൂടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റിൽ ഹ്യൂമൻ ഫാക്ടേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ അതിലെ ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത് ഹയർ പ്രൊഡക്ടിവിറ്റി റിക്വയർ മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോപ്പറേഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് ലേബർ. ക്യാപിറ്റലും ലേബറും തമ്മിലുള്ള ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോപ്പറേഷൻ വേണം ഹയർ പ്രൊഡക്ടിവിറ്റിക്ക്. അപ്പോൾ ഉൽപാദനക്ഷമത കൂട്ടണമെങ്കിൽ ക്യാപിറ്റലും ലേബറും തമ്മിൽ ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോപ്പറേഷൻ ആവശ്യമാണ്. അപ്പോൾ അത് ഒരു പോയിൻ്റായിട്ട് പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു പോയിൻറ്റ്സിൽ പറയുന്നത് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഒരു ടെക്നിക്കാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. അപ്പം മാനേജ്മെൻറ്റിലെ വർക്കേഴ്സിനെ കൂടെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. അപ്പം അതൊരു പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റ് ടെക്നിക്കാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വർക്കേഴ്സിനെ മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്തുണ്ടാകും? ഫേമിൻ്റെ മാനേജ്മെൻറ്റിൽ അവർക്കൂടെ ഒരു വോയിസ് ഉണ്ട് എന്നുള്ള ആ ഒരു ഫീലിംഗ് അവരിൽ ഉണ്ടാക്കാനായിട്ട് സ്ഥാപനത്തിന് സാധിക്കും. അപ്പം അത് ശരിക്കൊരു മോട്ടിവേഷനാണ് എംപ്ലോയീസിനെ വർക്ക് ഹാർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള. അപ്പം അതുവഴി അവർക്ക് എന്ത് ചെയ്യാം? പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ തേർഡ് വൺ പറയുന്നത് പ്രൊഡക്ടിവിറ്റി ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് റേഷണലൈസേഷൻ ആൻഡ് ഓട്ടോമേഷൻ. അപ്പോൾ റേഷണലൈസേഷനും ഓട്ടോമേഷനും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് വർദ്ധിപ്പിക്കാം? പ്രൊഡക്ടിവിറ്റി മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഓട്ടോമേഷനും
റേഷണലൈസേഷനും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെയും നമുക്ക് ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്താവുന്നതാണ്. പക്ഷേ നോർമലി ഈ റാഷണലൈസേഷൻ ആൻഡ് ഓട്ടോമേഷനെ വർക്കേഴ്സ് ഓപ്പോസ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. കാരണം ഓട്ടോമേഷനൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ ജോലിനെയൊക്കെ അത് ബാധിക്കും എന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു പുതിയ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും വർക്കേഴ്സ് അതിനെ റെസിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരെ ഈ റേഷണലൈസേഷൻ ആൻഡ് ഓട്ടോമേഷനെ ഓപ്പോസ് ചെയ്യാം വർക്കേഴ്സ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അവരുടെ ആ ഒരു റെസിസ്റ്റൻസ് ഓവർകം ചെയ്യുന്നതിനുള്ള നടപടികൾ ഫേം എടുക്കേണ്ടതായിട്ട് വരും. അപ്പം അവരുടെ ആ ഒരു റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗിവ് അഷുറൻസ് ദാറ്റ് ദേ വിൽ നോട്ട് ബി റിട്രഞ്ച്ഡ് ഡ്യൂ ടു റേഷണലൈസേഷൻ ആൻഡ് ഓട്ടോമേഷൻ. ഈ ഒരു റേഷണലൈസേഷൻ ആൻഡ് ഓട്ടോമേഷൻ വരുന്നതിൻ്റെ ഫലമായിട്ട് അവരെ റിട്രഞ്ച് ചെയ്യില്ല എന്നുള്ളത്. ഇപ്പോൾ HRMൽ റിട്രഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എംപ്ലോയീസിൻ്റെ അവരുടെ ഭാഗത്തുള്ള ഒരു അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഫോൾട്ട് വരാതെ തന്നെ അവരെ ഡിസ്മിസ്സിൽ ചെയ്യേണ്ടി വരുന്ന ഒരു ഇതിനെ നമ്മൾ പറയുക എംപ്ലോയീസിനെ ടെർമിനേറ്റ് ചെയ്യുക തന്നെയാണ്. ഇപ്പോൾ ചില സമയത്ത് നമ്പർ ഓഫ് എംപ്ലോയീസ് അവരുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടോ അങ്ങനെ ഡൗൺ സൈസ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എംപ്ലോയീസിനെ പിരിച്ചു വിടാറുണ്ട്, അല്ലെങ്കിൽ അവരെ ടെർമിനേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ റിട്രഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമേഷനൊക്കെ വരുന്നതോടുകൂടെ കുറേ എംപ്ലോയീസിനൊക്കെ ചിലപ്പോൾ തൊഴിൽ നഷ്ടപ്പെടാം. അപ്പോൾ ആ ഒരു പേടിയുള്ളത് കൊണ്ടാണ് ഇതിനെ ഓപ്പോസ് ചെയ്യുന്നത് വർക്കേഴ്സ്. അപ്പോൾ അവരുടെ ആ ഒരു റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാനായിട്ട് അവർക്കൊരു ഉറപ്പ് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു റേഷണലൈസേഷനോ അല്ലെങ്കിൽ ഓട്ടോമേഷനോ വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ ടെർമിനേറ്റ് ചെയ്യപ്പെടില്ല എന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തുകൊണ്ട് അവരെ എന്ത് ചെയ്യാവുന്നതാണ്? മോട്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. അതുവഴി അവരുടെ ആ ഒരു റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാവുന്നതാണ്. ദെൻ മറ്റൊരു പോയിൻ്റ് പറയുന്നത്, ഫോർ ഇംപ്രൂവിങ് പ്രൊഡക്ടിവിറ്റി ഇറ്റ് ഈസ് നെസസറി ടു ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ, ക്യാപിറ്റൽ എക്സെട്ര. അപ്പോൾ നമുക്ക് പ്രൊഡക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ലേബർ പ്രൊഡക്ടിവിറ്റി, ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി തുടങ്ങിയവയൊക്കെ നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം ലേബർ എന്ന് പറയുന്നതൊരു ആക്റ്റീവ് ഫാക്ടറാണ്. എന്നാൽ അതേസമയം മറ്റുള്ള ഇൻപുട്ട് ഫാക്ടേഴ്സ്, അതായത് ക്യാപിറ്റൽ അങ്ങനെയുള്ളതൊക്കെ, മെറ്റീരിയൽസ്, ക്യാപിറ്റൽ, അതൊക്കെ പാസീവ് ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 വിങ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ലേബർ ആക്റ്റീവും ക്യാപിറ്റൽ പാസീവ് ഫാക്ടേഴ്സും ആണ് വരുന്നത്. പക്ഷേ ലാബേഴ്സിനെ എന്ത് ചെയ്യാം? ഈ പാസീവ് ഫാക്ടേഴ്സിനെല്ലാം തന്നെ ആക്റ്റീവ് ആക്കാനായിട്ട് സാധിക്കും അല്ലേ? ഇപ്പോൾ ക്യാപിറ്റലെ പാസീവാണെന്ന് പറഞ്ഞു, പക്ഷേ ആ പാസീവായിട്ടുള്ള ക്യാപിറ്റലിനെ ആക്റ്റീവ് ആക്കാനായിട്ട് ആർക്ക് സാധിക്കും? ലേബറിനെ സാധിക്കും. അപ്പോൾ എല്ലാ ഇൻപുട്ട് ഫാക്ടേഴ്സും ആക്റ്റീവ് ആകുമ്പോഴാണ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എല്ലാ ഇൻപുട്ട് ഫാക്ടേഴ്സും ആക്റ്റീവ് ആക്കിക്കൊണ്ട് നമുക്ക് ഉൽപാദനക്ഷമത തീർച്ചയായിട്ടും മെച്ചപ്പെടുത്താവുന്നതാണ്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിന് ലേബറിന് അവിടെ വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ദ ഹ്യൂമൻ ഫാക്ടർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റ്. ദെൻ മറ്റൊരു പോയിൻ്റ് പറയുന്നത്, ഇപ്പോൾ പ്രൊഡക്ടിവിറ്റി മെച്ചപ്പെടുത്തണമെങ്കിൽ വർക്കേഴ്സ് പ്രൊഡക്റ്റീവായിരിക്കണം. അപ്പോൾ വർക്കേഴ്സിനെ പ്രൊഡക്റ്റീവാക്കിയാൽ മാത്രമേ പ്രൊഡക്ടിവിറ്റി മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ വർക്കേഴ്സിനെ പ്രൊഡക്റ്റീവ് ആക്കണമെങ്കിൽ ദർ ഷുഡ് ബി എ 2-way കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അവിടെ ഒരു 2-way കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം. സോ ദാറ്റ് ഇൻഫോർമേഷൻ ടു ആൻഡ് ഫ്രം വർക്കേഴ്സ് വുഡ് റീച്ച് ബോത്ത് എൻഡ്. ഇപ്പോൾ വർക്കേഴ്സിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ് മാനേജേഴ്സിലേക്ക് ടോപ്പിലേക്ക് എത്തിക്കുന്നതിനും ടോപ്പ് അതോറിറ്റീസിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ് വർക്കേഴ്സിലേക്ക് എത്തിക്കുന്നതിനും ഒരു സ്മൂത്ത് 2-way കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആ സ്ഥാപനത്തിനകത്ത് ഉണ്ടായിരിക്കണം. അതായത് ദർ ഷുഡ് ബി എ കോർഡിയൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൻഡ് എമംഗ് മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ്. ഇപ്പോൾ മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിൽ അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു കോർഡിയൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം.
അപ്പോൾ അതും എന്താണ്, ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി അച്ചീവ് ചെയ്യാനായിട്ട് അത്യാവശ്യമാണ്. അപ്പോൾ വർക്കേഴ്സിനെ പ്രൊഡക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് പ്രൊഡക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ അത് ഉയർത്തുന്നതിനുള്ള ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും ഹ്യൂമൻ ഫാക്ടറിനെ വളരെയധികം ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ദെൻ മറ്റൊരു പോയിൻറ്റ്സിൽ പറയുന്നത്, ഇപ്പം നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ അവിടെ വരുന്ന ഹ്യൂമൻ ബീയിങ്സിനെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാ എഫേർട്സുകളും ആരെടുക്കണം, മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എടുത്തിരിക്കണം. അതായത് എംപ്ലോയീസിൻ്റെ മൊറൈൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ട നടപടികൾ എടുത്തിരിക്കണം. അപ്പോൾ എംപ്ലോയീസിൻ്റെ മൊറൈൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കമ്പനിക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അവർക്കൊരു ബാലൻസ്ഡ് വേജ് സ്ട്രക്ചർ അവർക്ക് ഫോം ചെയ്യാം. അതുപോലെ തന്നെ എംപ്ലോയീസിനെ നല്ല വർക്കിംഗ് കണ്ടീഷൻസ് അവർക്ക് കൊടുക്കാം. അതുപോലെ എംപ്ലോയീസിൻ്റെ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, അവരുടെ പ്ലേസ്മെൻറ്റ്, അവർക്ക് വേണ്ട ട്രെയിനിങ്, അവരുടെ പ്രൊമോഷൻ, അതിനൊക്കെ വേണ്ടിയിട്ടൊരു ആഡിക്വേറ്റ് സിസ്റ്റം അവർക്ക് രൂപീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലേബേഴ്സിന് വേണ്ടിയിട്ട് സമഗ്രമായിട്ടുള്ള ലേബർ വെൽഫെയർ സ്കീംസുകൾ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാം, എംപ്ലോയീസിൻ്റെ മൊറൈൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ വർക്കേഴ്സ് അവരുടെ ജോബിൽ അവരെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഡെഫിനിറ്റ്ലി പ്രൊഡക്ടിവിറ്റി വിൽ ഇംപ്രൂവ്. അപ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി തീർച്ചയായിട്ടും ഇംപ്രൂവ് ചെയ്യുന്നതാണ്. ഇഫ് ദർ ഈസ് ലേബർ അൺറസ്റ്റ് ഇൻ എൻ ഓർഗനൈസേഷൻ, ഇപ്പോൾ ഓർഗനൈസേഷനകത്തൊരു ലേബർ അൺറസ്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ, മീൻസ് അവരെ ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, അൺറസ്റ്റ് മീൻസ് അശാന്തിയാണ്, അപ്പോൾ അവർ ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് എന്തുണ്ടാവും, ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ദോഷകരമായ രീതിയിൽ അത് അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രൊഡക്ടിവിറ്റി മെച്ചപ്പെടുത്താനായിട്ട് എംപ്ലോയീസിൻ്റെ മൊറൈൽ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള നടപടികൾ എടുക്കണം. അതോടൊപ്പം തന്നെ ഓൾ എഫേർട്ട് ഷുഡ് ബി മെയ്ഡ് ടു റിഡ്യൂസ് ദ ലേബർ ടേൺ ഓവർ. ലേബർ ടേൺ ഓവർ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ട നടപടികളും അവരെ എടുക്കണം, അല്ലേ? ഇപ്പോൾ ലേബേഴ്സ് കൊഴിഞ്ഞു പോകുന്നത് വളരെ വലിയ ഒരു പ്രോബ്ലമാണ്, പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്ന വലിയ ഒരു പ്രോബ്ലമാണ് ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ ലേബർ ടേൺ ഓവർ ഹൈ ആണെങ്കിൽ പ്രൊഡക്ടിവിറ്റി വിൽ ഡിക്ലൈൻ, പ്രൊഡക്ടിവിറ്റി കുറയുന്നതാണ്. അപ്പോൾ അത് ഒരു ഇതിൽ പറയുന്നുണ്ട്. ദെൻ മറ്റൊരു പോയിൻ്റ് പറയുന്നത്, ദ കമ്പനി ഷുഡ് ഹാവ് എ സജഷൻ സ്കീം. കമ്പനിക്കൊരു സജഷൻ സ്കീം ഉണ്ടായിരിക്കണം. അപ്പോൾ ആ സ്കീം എല്ലാ എംപ്ലോയീസിനും ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ എംപ്ലോയീസിന് അവരുടെ വർക്കിനെ സംബന്ധിച്ചിട്ടൊക്കെയുള്ള സജഷൻസ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വർക്ക് സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, വർക്കിംഗ് കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് സജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന മറ്റേതൊരു കാര്യത്തെക്കുറിച്ചിട്ടും എംപ്ലോയീസിനുള്ള അവരുടെ സജഷൻസ് പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു സജഷൻ സ്കീം കമ്പനിക്കകത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഹ്യൂമൻ ഫാക്ടർ ഹാസ് എ ട്രമൻഡസ് റോൾ ഇൻ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റ് ആസ് കമ്പയർഡ് ടു അതർ ഇൻപുട്ട് ഫാക്ടേഴ്സ്, അല്ലേ? മറ്റേ ഇൻപുട്ട് ഫാക്ടേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, ഹ്യൂമൻ ഫാക്ടേഴ്സിനെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻസിൽ നമ്മളൊരു 7 പോയിൻറ്റ്സാണ് ആ ഒരു ഹ്യൂമൻ ഫാക്ടേഴ്സിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നതിനെ പറഞ്ഞത്. അപ്പോൾ ഒന്ന് എന്ത് വേണം, മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോപ്പറേഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് ലേബർ. പിന്നെ ഒന്ന് പറഞ്ഞത് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻ്റ് ആണ്. പിന്നെ പറഞ്ഞത് പ്രൊഡക്ടിവിറ്റി ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് റേഷണലൈസേഷൻ ആൻഡ് ഓട്ടോമേഷൻ.
ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് നമ്മൾ ഇറ്റ് ഈസ് നെസസറി ടു ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ, ക്യാപിറ്റൽ എക്സെട്ര. ദെൻ മറ്റൊന്ന് നമ്മൾ പറഞ്ഞത് ഒരു കോഡിയൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൻഡ് എമംഗ് ദ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ്, അവർ തമ്മിൽ, അതായത് ദർ ഷുഡ് ബി എ ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അത് നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞത് സ്റ്റെപ്പ് മേ ബി ടേക്കൺ ടു ഇംപ്രൂവ് ദ മൊറൈൽ ഓഫ് ദ എംപ്ലോയീസ്. ദെൻ ഓൾ എഫേർട്ട് ഷുഡ് ബി മെയ്ഡ് ടു റിഡ്യൂസ് ദ ലേബർ ടേൺ ഓവർ. ദെൻ ലാസ്റ്റ് വൺ പറഞ്ഞത് കമ്പനി ഷുഡ് ഹാവ് എ സജഷൻ സ്കീം, കമ്പനിക്ക് സജഷൻ സ്കീം ഉണ്ടായിരിക്കണം. അപ്പം ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ ഫാക്ടർ ഇൻ പ്രൊഡക്ടിവിറ്റി ഡ്രൈവിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി പ്ലാൻ ആണ്. പ്രൊഡക്ടിവിറ്റി പ്ലാൻ പേരും തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ, പ്രൊഡക്ടിവിറ്റി പ്ലാൻ. അപ്പം എന്താണ് പ്രൊഡക്ടിവിറ്റി പ്ലാൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ പ്രൊഡക്ടിവിറ്റി പ്ലാൻ എന്താണ് എന്ന് പറയുന്നതിന് മുൻപായിട്ട് പ്രൊഡക്ടിവിറ്റി ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളതൊന്ന് പറയാം കേട്ടോ. നമുക്കറിയാം എല്ലാ ബിസിനസ്സുകൾക്കും പ്രൊഡക്ടിവിറ്റി ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ്സിന് പ്രൊഡക്ടിവിറ്റി ഒബ്ജക്റ്റീവ്സ് ഇല്ലെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ഹാവ് ഡയറക്ഷൻ. അപ്പോൾ ആ സ്ഥാപനത്തിന് എന്തില്ല, ഡയറക്ഷൻ ഉണ്ടായിരിക്കില്ല. ഇനി ഇഫ് എ ബിസിനസ് ഡസ് നോട്ട് ഹാവ് പ്രൊഡക്ടിവിറ്റി മെഷർമെൻറ്റ്, ഇനി ഉൽപ്പാദനക്ഷമത അളക്കുന്നതിനുള്ള ഒരു സംവിധാനം ഒരു ബിസിനസ്സിനില്ലെങ്കിൽ അവിടെ എന്തും ഉണ്ടായിരിക്കില്ല, കൺട്രോളും ഉണ്ടായിരിക്കില്ല. അപ്പോൾ പ്രൊഡക്ടിവിറ്റി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ദീസ് ആർ എസെൻഷ്യൽ ഫോർ എ ബിസിനസ്. അപ്പോൾ ബിസിനസ്സിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് പ്രൊഡക്ടിവിറ്റി ഒബ്ജക്റ്റീവ്സ്. നമുക്ക് നോക്കാം കീ പ്രൊഡക്ടിവിറ്റി ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ കീ പ്രൊഡക്ടിവിറ്റി ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത് ഒന്ന് കമ്പയർ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും ഒക്കെ കമ്പയർ ചെയ്യാന്നുള്ളത് ഒരു ലക്ഷ്യമാണ് അല്ലേ, ഉൽപ്പാദനക്ഷമത. അപ്പോൾ പ്രൊഡക്ടിവിറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഒരു മാനേജ്മെൻറ്റ് ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും കമ്പയർ ചെയ്യാന്നുള്ളത് ഒരു ലക്ഷ്യമാണ്. മറ്റൊന്ന് യൂട്ടിലൈസ് ദ റിസോഴ്സസ് പ്രോഫിറ്റബിളി. നമുക്കറിയാം റിസോഴ്സസ് സ്കേഴ്സാണ്. അപ്പോൾ ആ അവൈലബിൾ ആയിട്ടുള്ള ആ റിസോഴ്സസ് പ്രോഫിറ്റബിൾ മാനറിൽ അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ആ ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ ലാഭകരമായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. അതുപോലെ തന്നെ അച്ചീവ് കണ്ടിന്യൂവസ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ കണ്ടിന്യൂവസ് തുടർച്ചയായിട്ടുള്ള ഉൽപ്പാദനക്ഷമത അത് മെച്ചപ്പെടുത്തുക, കണ്ടിന്യൂവസ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സാണ്. അപ്പോൾ കണ്ടിന്യൂവസ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ജോബാണ്. അതേസമയം അത് ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു ടാസ്ക് കൂടിയാണ്. അപ്പോൾ അത് മെച്ചപ്പെടുത്തുക, അത് അച്ചീവ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു കീ ഒബ്ജക്റ്റീവാണ്. പിന്നെ ഒന്ന് വരുന്നത് മേക്ക് ഓൾ റിസോഴ്സസ് മോർ പ്രൊഡക്റ്റീവ്. എല്ലാ റിസോഴ്സസുകളെയും കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒബ്ജക്റ്റീവിൽ വരുന്നതാണ്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സുകളിലെ ഇന്നോവേഷന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുക. നമുക്കറിയാം പ്രൊഡക്ഷൻ പ്രോസസ്സുകളിൽ ഒരുപാട് ഇന്നോവേഷൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ആ പ്രൊഡക്ഷൻ പ്രോസസ്സുകളിലെ ഇന്നോവേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തണം നമ്മൾ. അപ്പോൾ അത് കണ്ടെത്തുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സാണ്. അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് പ്രോമിസിങ് ഏരിയ ഫോർ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റ്. പ്രൊഡക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനുള്ള മോസ്റ്റ് പ്രോമിസിങ് ഏരിയ അത്
ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്താനായിട്ട് ഏതാണ് ഏറ്റവും പ്രോമിസിങ് ഏരിയ, മോസ്റ്റ് പ്രോമിസിങ് ഏരിയാസ് ഏതൊക്കെയാണ്, എവിടെ തൊട്ടാലാണ് നമുക്ക് പ്രൊഡക്ടിവിറ്റി മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുക. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അതിലൂടെ നമുക്ക് പ്രൊഡക്ടിവിറ്റി മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഏതിൽ വരുന്നത്, കീ പ്രൊഡക്റ്റീവ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് കമ്പയർ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്, utilize the resources profitably, achieve continuous productivity improvement, make all resources more productive, find opportunities for innovation in production process, identify the most promising area for productivity improvement. Okay. ഇത്രയാണ് പ്രൊഡക്ടിവിറ്റി ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പ്രൊഡക്ടിവിറ്റി പ്ലാൻ എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ പറഞ്ഞു കണ്ടിന്യൂവസ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോബാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ അതൊരു മോസ്റ്റ് ഡിഫിക്കൾട്ട് ടാസ്ക് കൂടെയാണ് ഈ കണ്ടിന്യൂവസ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് ഒരു പ്ലാൻ അവരെ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പം അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, പ്രൊഡക്ടിവിറ്റി പ്ലാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പോൾ ജെ മേയർ പറയുന്നത് പ്രൊഡക്ടിവിറ്റി ഈസ് നെവർ ആൻ ആക്സിഡൻറ്റ്. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ആക്സിഡൻ്റലി ഉണ്ടാകുന്ന ഒരു സംഭവമൊന്നുമല്ല. ഇറ്റ് ഈസ് ഓൾവേസ് ദ റിസൾട്ട് ഓഫ് എ കമ്മിറ്റ്മെൻറ്റ് ടു എക്സലൻസ്, ഇൻ്റലിജൻറ്റ് പ്ലാനിങ് ആൻഡ് ഫോക്കസ്ഡ് എഫേർട്ട്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിലെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമൊന്നുമല്ല, ഒരു കോൺസെപ്റ്റ്സ് ഒന്നല്ല. അത് എങ്ങനെയാണ് എക്സലൻസ്, ഇൻ്റലിജൻറ്റ് പ്ലാനിങ്, ഫോക്കസ്ഡ് എഫേർട്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഏതുണ്ടാകുന്നത്, പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നത്. അപ്പം അദ്ദേഹം പോൾ ജെ മേയർ പ്രൊഡക്ടിവിറ്റീനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വേർഡ്സാണിത്. പ്രൊഡക്ടിവിറ്റി ഈസ് നെവർ ആൻ ആക്സിഡൻറ്റ്, ഇറ്റ് ഈസ് ഓൾവേസ് ദ റിസൾട്ട് ഓഫ് എ കമ്മിറ്റ്മെൻറ്റ് ടു എക്സലൻസ്, ഇൻ്റലിജൻറ്റ് പ്ലാൻസ് ആൻഡ് ഫോക്കസ്ഡ് എഫേർട്ട്. അപ്പം നമുക്ക് എന്താണ് പ്രൊഡക്ടിവിറ്റി പ്ലാനിൻ്റെ മീനിങ് എന്നുള്ളത് നോക്കാം. നമ്മൾ പറഞ്ഞു ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്സിന് പ്രൊഡക്ടിവിറ്റി എസെൻഷ്യലാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ദ സക്സസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ദെൻ പ്രൊഡക്ടിവിറ്റി പ്ലാൻ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് എ സ്പെസിഫിക് പ്ലാൻ. പ്രൊഡക്ടിവിറ്റി പ്ലാൻ എന്താണ്, എ സ്പെസിഫിക് പ്ലാൻ ഡിസൈൻഡ് ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്പെസിഫിക് പ്ലാൻ, അതിനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എഫക്റ്റീവ് പ്രൊഡക്ടിവിറ്റി പ്ലാൻ ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ ഓവറോൾ പ്രൊഡക്ടിവിറ്റിയെ പൊട്ടൻഷ്യലി അഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഏരിയാസിനെയും അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഒരു പ്രൊഡക്ടിവിറ്റി പ്ലാൻ നമ്മൾ പറഞ്ഞു പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് ഡിസൈൻ ചെയ്യുന്ന സ്പെസിഫിക് പ്ലാൻ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു എഫക്റ്റീവ് പ്രൊഡക്ടിവിറ്റി പ്ലാൻ, ഫലപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്ടിവിറ്റി പ്ലാൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇറ്റ് അഡ്രസ്സസ് ഓൾ ഏരിയാസ് ദാറ്റ് മേ പൊട്ടൻഷ്യലി എഫക്റ്റ് ദ ഓവറോൾ പ്രൊഡക്ടിവിറ്റി ഓഫ് എൻ ഓർഗനൈസേഷൻ ഓർ ഇൻഡിവിജ്വൽ. അപ്പോൾ ഒരു വ്യക്തിയുടെയോ ഒരു ഓർഗനൈസേഷൻ്റെയോ ഓവറോൾ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്ന എല്ലാ ഏരിയാസിനെയും അഡ്രസ്സ് ചെയ്യുന്നതാണ് എഫക്റ്റീവ് പ്രൊഡക്ടിവിറ്റി പ്ലാൻ. ഒരു ഓർഗനൈസേഷണൽ പ്രൊഡക്ടിവിറ്റി പ്ലാനിലെ പ്രധാനമായിട്ടും 3 എലമെൻസിനെയാണ് അത് അഡ്രസ്സ് ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷണൽ പ്രൊഡക്ടിവിറ്റി പ്ലാൻ ടിപ്പിക്കലി അഡ്രസ്സസ് 3
മെയിൻ ഇലമെൻറ്റ്സ്. അപ്പോൾ 3 മെയിൻ ഇലമെൻറ്റ്സിനെയാണ് അത് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 ഇലമെൻറ്റ്സ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിലെ 3 ഇലമെൻറ്റ്സ് ഇൻക്ലൂഡ് ഓപ്പറേഷണൽ പ്ലാനിങ്, ടാക്റ്റിക്കൽ പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിങ്. അപ്പം അതിൽ വരുന്നത് ഒന്ന് ഓപ്പറേഷണൽ പ്ലാനിങ്, ദെൻ ടാക്റ്റിക്കൽ പ്ലാനിങ്, ദെൻ സ്ട്രാറ്റജിക് പ്ലാനിങ്. അപ്പം ഇങ്ങനെ 3 ഇലമെൻസിനെ ആണ് ഇത് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷണൽ പ്രൊഡക്ടിവിറ്റി പ്ലാനിൽ ഈ 3 പ്ലാനുകളാണ് ചെയ്യുന്നത്. ഓപ്പറേഷണൽ പ്ലാനിങ് ഉണ്ടായിരിക്കും, ടാക്റ്റിക്കൽ പ്ലാനിങ് ഉണ്ടായിരിക്കും, സ്ട്രാറ്റജിക് പ്ലാനിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇലമെൻറ്റ്സ് ഓഫ് പ്രൊഡക്ടിവിറ്റി പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് 3 ആണ് പറയുക: ഓപ്പറേഷണൽ പ്ലാനിങ്, ടാക്റ്റിക്കൽ പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിങ്. അപ്പം നമുക്കത് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഓപ്പറേഷണൽ പ്ലാനിങ് എന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഹൂ, വാട്ട് ആൻഡ് വെൻ തിങ്സ് നീഡ് ടു ബി ഡൺ. അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? ഓപ്പറേഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. എന്താണ്? ഹൂ, വാട്ട് ആൻഡ് വെൻ തിങ്സ് നീഡ് ടു ബി ഡൺ. അല്ലേ? ആര്, എന്ത്, എപ്പോൾ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പം അതാണ് ഏത് ഓപ്പറേഷണൽ പ്ലാനിങ്ങിൽ. അതായത് ആരെ, എന്ത്, എങ്ങനെ, എപ്പോൾ ചെയ്യണം, അതിനെക്കുറിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഓപ്പറേഷണൽ പ്ലാനിങ്ങിൽ പറയുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ടിവിറ്റി പശ്ചാത്തലത്തിൽ ഓപ്പറേഷണൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ അതിൽ ഉൾക്കൊള്ളുന്നത് ഇപ്പോൾ വർക്കേഴ്സിനെ അവരുടെ ജോലി അത് ശരിയായിട്ട് അത് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ അവർക്ക് ലഭ്യമാക്കണം. അപ്പോൾ ആ റിസോഴ്സുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് സപ്ലയേഴ്സ്, വെൻഡേഴ്സ്, മെറ്റീരിയൽസ്, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യാന്നുള്ളതാണ് ഓപ്പറേഷണൽ പ്ലാനിങ്ങിൽ വരുന്നത്. അപ്പോൾ ഓപ്പറേഷണൽ പ്ലാനിങ് വെൻ യൂസ്ഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി പ്ലാൻ ഷുഡ് ഇൻക്ലൂഡ്, അല്ലേ? അപ്പോൾ പ്രൊഡക്ടിവിറ്റി പ്ലാനിൻ്റെ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ പ്ലാനിങ്ങിൽ വരുന്നത് കോർഡിനേഷൻ ഓഫ് സപ്ലയേഴ്സ്, വെൻഡേഴ്സ്, മെറ്റീരിയൽ ആൻഡ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. ഇപ്പോൾ സപ്ലയേഴ്സിനെയും വെൻഡേഴ്സിനെയും മെറ്റീരിയൽസും ഡേ ടു ഡേ വർക്ക് ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ കോർഡിനേഷൻ എന്തിനു വേണ്ടിയിട്ട്? ടു എൻഷുർ വർക്കേഴ്സ് ഹാവ് ആക്സസ് ടു ദ റിസോഴ്സസ് നെസസറി ടു ഡു ദെയർ ജോബ്. അപ്പോൾ വർക്കേഴ്സിനെ അവരുടെ ജോലികൾ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസുകൾ അതവർക്ക് ആക്സസബിൾ ആണ് എന്ന് ഉറപ്പാക്കുന്നതിനെ സപ്ലയേഴ്സ്, വെൻഡേഴ്സ്, മെറ്റീരിയൽസ്, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഇതിൻ്റെയൊക്കെ ഏകോപനം, കോർഡിനേഷൻ ചെയ്യുക. അതിനെയാണ് നമ്മൾ ഓപ്പറേഷണൽ പ്ലാനിങ്. അപ്പോൾ താഴെ തലത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ ചെയ്യുന്നത്. കാര്യക്ഷമത എങ്ങനെ മെച്ചപ്പെടുത്തണമെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ ഈ ഇലമെൻസുകൾ പ്രൊഡക്ടിവിറ്റിയെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അപ്പോൾ അത് അനലൈസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ടാക്റ്റിക്കൽ പ്ലാനിങ്ങിൽ പറയുന്നത്. ദെൻ നമുക്ക് ഓപ്പറേഷണൽ പ്ലാനിങ്ങിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ടാക്റ്റിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്. അടുത്ത ക്ലാസ്സിൽ നമുക്കതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഹയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് റിഡ്യൂസ്ഡ് കോസ്റ്റ് പറഞ്ഞു, പിന്നെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റിലെ ഹ്യൂമൻ ഫാക്ടേഴ്സിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു, പിന്നെ കീ പ്രൊഡക്ടിവിറ്റി ഒബ്ജക്റ്റീവ്സ് ആണ് പറഞ്ഞത്, പിന്നെ പ്രൊഡക്ടിവിറ്റി പ്ലാൻ നമ്മൾ ജസ്റ്റ് തുടങ്ങി വെച്ചു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്കിതിൻ്റെ കണ്ടിന്യൂഷനുമായിട്ട് വീണ്ടും കാണാം.
താങ്ക് യു.